നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. പേര് കേൾക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം, ക്വാണ്ടം ബുദ്ധത്വം. പക്ഷേ പേടിക്കേണ്ട, ഇതൊരു പുതിയ മതമൊന്നുമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനുള്ളൊരു വഴിയാണിത്. പുരാതനമായ അറിവുകളും ഏറ്റവും പുതിയ ശാസ്ത്രവും ഒരുമിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടന്നാലോ? ഇവിടെ പറയുന്നൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ജ്ഞാനോദയം എന്നത് ഒരു ഒളിച്ചോട്ടമല്ല, അതൊരു പരിണാമപരമായ അനിവാര്യതയാണ് എന്നാണ്. അതായത് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് കൂടിയേ തീരൂ. അതിനായി 3 ശക്തമായ മേഖലകളെയാണ് ഇവിടെ ഒരുമിപ്പിക്കുന്നത്. ഒന്ന് പുരാതനമായ ജ്ഞാനം, പിന്നെ ആധുനിക ശാസ്ത്രം, അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജിയും. അപ്പോൾ ഇത് വെറുമൊരു സ്പിരിച്വൽ കാര്യമല്ല, മറിച്ച് മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 പ്രധാന കാര്യങ്ങൾ? ഒന്നാമത്തേത് നമുക്ക് പണ്ടേയുള്ള അറിവുകളാണ്. ഉദാഹരണത്തിന് ബുദ്ധധർമ്മം. രണ്ടാമത്തേത് ഇന്നത്തെ സയൻസ്, അതായത് ക്വാണ്ടം ഫിസിക്സ്. പിന്നെ മൂന്നാമത്തേത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI പോലുള്ള ടെക്നോളജിയെ എങ്ങനെ നല്ല രീതിയിൽ ഒരു ധാർമ്മികതയോടെ ഉപയോഗിക്കാം എന്നുള്ള ചിന്ത. ഈ 3 ചേരുമ്പോഴാണ് ക്വാണ്ടം ബുദ്ധത്വം എന്ന ആശയം പൂർണ്ണമാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. അതായത് ഈ പുതിയ സയൻസും പഴയ അറിവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കാം. ക്വാണ്ടം ഫിസിക്സിലെ ചില കണ്ടെത്തലുകൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തും. കാരണം ആയിരക്കണക്കിന് വർഷം മുൻപ് ബുദ്ധൻ പറഞ്ഞ ചില കാര്യങ്ങളുമായി ഇതിന് ഭയങ്കരമായ സാമ്യമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും, ഇതെങ്ങനെ ശരിയായി എന്ന്. നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും സാധാരണ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്? ഓക്കെ, ഞാൻ വേറെ, നിങ്ങൾ വേറെ, ഈ മേശ വേറെ, ആ കസേര വേറെ, അല്ലേ? എല്ലാം തനിത്തനിയായി നിൽക്കുന്ന വസ്തുക്കളാണ്. നമ്മുടെ ചിന്തയും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്നും മറ്റെല്ലാവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? ഇതാണ് നമ്മുടെ ഒരു പഴയ കാഴ്ചപ്പാട്. പക്ഷേ സയൻസിന്റെ പുതിയ കണ്ടെത്തലുകൾ പറയുന്നത് വേറൊരു കഥയാണ്. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 കണികകൾ തമ്മിൽ ഒരു ബന്ധം വന്നാൽ പിന്നെ അവയെ ഈ പ്രപഞ്ചത്തിന്റെ 2 അറ്റത്ത് കൊണ്ടുപോയി വെച്ചാലും ആ ബന്ധം അവിടെ തന്നെ ഉണ്ടാവും. ഒന്നിലൊരു മാറ്റം വന്നാൽ അപ്പോൾ തന്നെ മറ്റേതിലും ആ മാറ്റം കാണും. ഇനി ബുദ്ധൻ പണ്ടു പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രത്യസമുത്പാദ. അതായത് ഈ ലോകത്തൊന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഒന്ന് മറ്റൊന്നിന് കാരണമാവുന്നു. നോക്കൂ, രണ്ടും ഒരേ കാര്യമല്ലേ പറയുന്നത്? അത്ഭുതം തന്നെ. ഇതിലും വിചിത്രമായ വേറൊരു കാര്യമുണ്ട്, ഒബ്സർവർ ഇഫക്റ്റ് എന്ന് പറയും. അതായത് നമ്മളൊരു കാര്യത്തെ നോക്കുമ്പോഴാണ് അതെന്താണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുവരെ അതിന് പല സാധ്യതകളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അതിലൊന്ന് യാഥാർത്ഥ്യമായി മാറുന്നു. സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ വെറുതെ സിനിമ കാണുന്നത് പോലെയല്ല ലോകത്തെ കാണുന്നത്. നമ്മളും ആ സിനിമയുടെ ഭാഗമാണ്. നമ്മളാണ് യാഥാർത്ഥ്യമുണ്ടാക്കുന്നതിൽ പങ്കാളികളാവുന്നത്. ഇത് കേൾക്കുമ്പോൾ പണ്ട് കേട്ടൊരു കാര്യം ഓർമ്മ വരുന്നില്ലേ? നമ്മൾ ലോകത്തെ കാണുന്നത് അതെങ്ങനെയാണോ അങ്ങനെയല്ല, നമ്മളെങ്ങനെയാണോ അങ്ങനെയാണ്. നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ലോകവും. അപ്പോൾ ഇതിൻ്റെ അർത്ഥമെന്താണ്? വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ പവർഫുള്ളാണ്. നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ലോകത്തെ തന്നെ നമുക്ക് മാറ്റാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഫിലോസഫിയും സയൻസും ഒക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ടെക്നോളജിയുടെ ലോകത്ത് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? അതാണ് അടുത്ത ചോദ്യം. നമ്മളുണ്ടാക്കുന്ന കോഡിനും അൽഗോരിതങ്ങൾക്കുമൊക്കെ ഇതിലെന്ത് പങ്കാണുള്ളത്? വളരെ സീരിയസ് ആയൊരു വിഷയത്തിലേക്കാണ് നമ്മളിനി കിടക്കുന്നത്. ഇവിടെയാണ് അൽഗോറിതമിക് കർമ്മ എന്നൊരാശയം വരുന്നത്. നമുക്കെല്ലാവർക്കും കർമ്മം എന്താണെന്ന് അറിയാമല്ലോ, അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. അതുപോലെ നമ്മൾ എഴുതുന്ന ഓരോ കോഡും ഓരോ അൽഗോറിതവും ഒരു കർമ്മമാണ്. അതിന് പിന്നിലൊരു ഉദ്ദേശമുണ്ട്. വെറുതെ എഴുതുന്ന കുറേ ലൈനുകളല്ല അത്. ആ കോഡിലെ ലോകം മുഴുവൻ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, നല്ലതും ചീത്തയും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നറിയാമോ? സിമ്പിളായിട്ട് 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത് ഉദ്ദേശ്യം, അതായത് ലക്ഷ്യം എന്താണ്? ഒരു ഉദാഹരണം പറയാം. ഒരു സോഷ്യൽ മീഡിയ കമ്പനിയുടെ ലക്ഷ്യം ആളുകളെ എത്ര നേരം പറ്റുമോ അത്രയും നേരം ആപ്പിൽ പിടിച്ചിരുത്തുക എന്നതാണെന്ന് വെക്കുക. അതാണ് ഉദ്ദേശ്യം. രണ്ടാമത്തേത് പ്രവർത്തനം, അതിനുവേണ്ടിയുള്ള അൽഗോരിതം ഉണ്ടാക്കുന്നു. മൂന്നാമത്തേത് ഫലം, എന്താണിതിന്റെ റിസൾട്ട്? നമ്മളെല്ലാവരും ഫോണിന് അടിമകളാകുന്നു. സമൂഹത്തിൽ ഓരോ വിഷയത്തിലും ആളുകൾ 2 തട്ടിലാകുന്നു. കണ്ടില്ലേ, ഒരു ചെറിയ ഉദ്ദേശ്യം എത്ര വലിയ പ്രശ്നങ്ങളാണുണ്ടാക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ നമ്മളിന്നുപയോഗിക്കുന്ന ടെക്നോളജിയെ ഒന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. മനുഷ്യന്റെ ദുരിതങ്ങൾക്ക് പണ്ടു മുതലേ പറയുന്ന 3 പ്രധാന കാരണങ്ങളുണ്ട്. ബുദ്ധമതത്തിലൊക്കെ ഇതിനെ 3 വിഷങ്ങൾ എന്നാണ് പറയുന്നത്. അത്യാഗ്രഹം, വിദ്വേഷം, പിന്നെ വ്യാമോഹം. ഈ 3 വിഷങ്ങളും ഇന്ന് നമ്മുടെ സോഫ്റ്റ്വെയറുകളിലും ആപ്പുകളിലുമൊക്കെ കോഡ് ചെയ്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ വിഷമെടുക്കാം, അത്യാഗ്രഹം അല്ലെങ്കിൽ ഗ്രീഡ്. നമ്മുടെ ഡിജിറ്റൽ ലോകത്ത് ഇതെങ്ങനെയാണ് പണിയെടുക്കുന്നതെന്ന് നോക്കാം. റെഡിയല്ലേ?
ഇതിനെ അറ്റൻഷൻ ഇക്കോണമി എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ശ്രദ്ധയാണ് ഇവിടത്തെ കച്ചവട വസ്തു. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒരു പോസ്റ്റ് ഇടുമ്പോൾ കിട്ടുന്ന ഓരോ ലൈക്കും നമ്മുടെ ബ്രെയിനിൽ ഒരു ഡോപ്പാമിൻ ഹിറ്റ് കൊടുക്കും, ഒരു ചെറിയ സന്തോഷം. ആ സന്തോഷം വീണ്ടും കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാസിനോയിലെ സ്ലോട്ട് മെഷീൻ കണ്ടിട്ടില്ലേ? അതേ ടെക്നിക്. അവസാനം എന്താ സംഭവിക്കുന്നത്? നമ്മൾ അതിന് അടിമകളാകുന്നു. ഓക്കെ, അപ്പോൾ അത്യാഗ്രഹത്തിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി അടുത്ത വിഷയം, വിദ്വേഷം അല്ലെങ്കിൽ ഹേറ്റ്രഡ്. നമ്മുടെ അൽഗോരിതങ്ങൾ എങ്ങനെയാണ് ആളുകൾക്കിടയിൽ വെറുപ്പ് പടർത്തുന്നത് എന്ന് നോക്കാം. കാര്യം വളരെ സിമ്പിളാണ്. നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും, കൂടുതൽ ഷെയർ ചെയ്യും, അല്ലേ? ഇത് അൽഗോരിതങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എന്തു ചെയ്യും? ആളുകളെ തമ്മിലിടിപ്പിക്കുന്ന, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പോസ്റ്റുകളും വീഡിയോകളും അത് നമുക്ക് മുന്നിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരും. കാരണം അതിനാണ് കൂടുതൽ എൻഗേജ്മെന്റ്. അതിന്റെ ഫലമോ? സമൂഹം മൊത്തം പല ഗ്രൂപ്പുകളായി തിരിയുന്നു, തീവ്രവാദപരമായ ചിന്തകൾ കൂടുന്നു. ഇനി മൂന്നാമത്തെ വിഷം, ഒരുപക്ഷേ ഇതിലെ ഏറ്റവും അപകടകാരി ഇതായിരിക്കും: വ്യാമോഹം അല്ലെങ്കിൽ ഡെലൂഷൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ, അൽഗോരിതം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചു തന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ശരിവെക്കുന്ന വാർത്തകളും വീഡിയോകളും മാത്രം നമ്മൾ കാണുന്നു. പതിയെ പതിയെ നമ്മൾ ഓരോരുത്തരും സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ഫിൽട്ടർ ബബിളിന്റെ ഉള്ളിൽ അകപ്പെടുന്നു. നമ്മൾ വിശ്വസിക്കുന്നതാണ് ലോകമെന്ന് കരുതുന്നു. ഇതിനെ കൺഫർമേഷൻ ബയാസസ് എ സർവീസ് എന്ന് പറയാം. അതായത് നമ്മുടെ തെറ്റിദ്ധാരണകളെ ഉറപ്പിച്ചു തരുന്ന ഒരു സേവനം. ഇതോടെ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നറിയാത്ത ഒരവസ്ഥ വരുന്നു. ഫേക്ക് ന്യൂസ് കാട്ടുതീ പോലെ പടരുന്നു. അപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയാണോ? ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. പ്രശ്നം എന്താണെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞു. ഇനി വേണ്ടത് ഒരു പുതിയ വഴിയാണ്. നമ്മുടെയൊക്കെ ഭാവിയെ ഡിസൈൻ ചെയ്യുന്ന ടെക് എഞ്ചിനീയർമാർക്കും ഡിസൈനർമാർക്കും ഒരു പുതിയ ധാർമ്മിക മാതൃക വേണം. അതെന്താണെന്ന് നോക്കാം. ഓരോ വിഷത്തിനും അതിൻ്റേതായ പ്രതിവിധിയുണ്ട്. അത്യാഗ്രഹത്തിന്, അതായത് നമ്മളെ അടിമകളാക്കുന്നതിനു പകരം നമ്മൾ ചെലവഴിക്കുന്ന സമയം നല്ല രീതിയിലാണോ എന്ന് ഉറപ്പുവരുത്തുന്ന ആപ്പുകളുണ്ടാക്കാം. വിദ്വേഷം പരത്തുന്ന അൽഗോരിതങ്ങളിലെ പക്ഷപാതം കണ്ടെത്തി അനുകമ്പയോടെ തിരുത്താം. വ്യാമോഹം ഒഴിവാക്കാനായി AI എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന എക്സ്പ്ലെയിനബിൾ AI പോലുള്ള ടെക്നോളജികളുണ്ടാക്കാം. ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്.